നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു 5 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 കശുവണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഒരു 10-15 മിനിറ്റ് കുതിർത്തി വെച്ചാൽ മതി. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കശുവണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എത്രയാണോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. ഇനി നമ്മൾ ഈ കുതിർത്തി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും അതുപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പും ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുതിർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു മിൽക്ക് ഷേക്ക്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വരെ നമുക്ക് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്കപ്പൊടിക്ക് പകരം വാനില എസൻസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇത്തിരി പട്ട പൊടിച്ചത്, വളരെ കുറച്ച് മതി, കറുവപ്പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം ഇതിനകത്ത് അധികം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈന്തപ്പഴവും തേനൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പം ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 1 ക്യാരറ്റ് ചെറിയ അതിൻ്റെ തൊലി ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും അതുപോലെ കശുവണ്ടിപ്പരിപ്പൊക്കെ കൂടിയുള്ള ആ ഒരു മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നങ്ങ് അടിച്ചതിന് ശേഷം മാത്രം മധുരം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തണുപ്പിച്ചിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രീസറിനകത്ത് പാൽ വെച്ചിട്ട് നമ്മൾ കട്ടപ്പാലാക്കിയിട്ട് ചെയ്തെടുക്കാറില്ലേ, അപ്പോൾ അതൊന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടപ്പാലാക്കിയിട്ട് റെഡിയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 ഗ്ലാസ് പാൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തതിന് ശേഷമുള്ളത് എന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു മിൽക്ക് ഷേക്ക് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഐസ്ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് തേൻ തന്നെയാണ് ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേൻ, ട്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. പിസ്ത, കശുവണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പൊക്കെ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇഫ്താറിന് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.